ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്. ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. ഞങ്ങൾ പറയുന്നു ഈ ആലം മാത്രമല്ല 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. ലോകത്തിന്റെ നിയന്ത്രണം അത് മഹാന്മാരെ കയ്യിലാണ്. ശൈഖുന പറഞ്ഞതല്ലേ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ശൈഖുന പറഞ്ഞ ആൾക്കാർ, ഞാൻ അള്ളാഹുവിൽ നിന്ന് അധികാര പദവിയിൽ വന്നവരാണ്, എല്ലാ മേഖലകളിലും എനിക്ക് അധികാരമുണ്ട്, ഞാൻ എല്ലാ ലോകമിലും നിയന്ത്രണമുള്ള ആളാണ്. അപ്പോഴാണ് ലോകത്തിന്റെ വ്യാപ്തി. എന്താ റിഫായി മാല പാടുക? ഇനി റിഫായി മാല തള്ളേണ്ടി വരുമോ? റിഫായി മാലയിൽ എന്താ ഉള്ളത്? ആലം 18,000 ആലം 18,000 എന്റെ കാൽ ഒന്നിട ഫോര എന്ന് പറഞ്ഞോവർ, ഒന്നിനിട ഫോര എന്ന് പറഞ്ഞോവർ. ആലം 18,000 എന്റെ കാൽ ഒന്നിനിട ഫോര എന്ന് പറഞ്ഞോവർ. ആലം 18,000 എന്റെ കാലക്കാൻ സ്ഥലമല്ല. റിഫായ് ഷെയ്ഖ് എന്താണ് അപ്പൊ ചോദിക്കാം, പിന്നെ മൂപ്പര് നിൽക്കണ ഉമ്മൂബേദിൽ അവിടെ കാലിനൊക്കെ സ്ഥലമല്ലേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു ഈ ആലം 18,000 അവർക്കൊന്നുമല്ല. കൺകെട്ട് വിദ്യയും ഒരു മാരണവും ഒരു കുട്ടിച്ചാത്തന്റെ സേവയും ഖുതുബുൽ ആലം ശൈഖുനാന്റെ ഹളറത്തിൽ വിലപോവില്ല. അവര് ഐനുൻ നൂറാണ്, അവര് ഒറിജിനൽ നൂറ് നേടിയ മഹാനരാണ്, അവര് സുൽത്താനുൽ ഔലിയാണ്, അവര് ഖുതുബുൽ ആലമാണ്. ഞാൻ അറിയാതെ ഒരു ഇല പോലും മനങ്ങുന്നില്ല. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ശൈഖുന നിരീക്ഷിക്കുകയാണ്. ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. അല്ലാഹു തആല മാറ്റട്ടെ. എന്റെ അഹ്ലുകാർ കുറച്ചാളുകളാണ്, അവരെ ആഖിറത്തിൽ വെച്ച് ഞാൻ തെരഞ്ഞു പിടിക്കും. ശൈഖുന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്, അന ഖുതുബുൽ ആലം അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഇതാ. ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? സ്റ്റേജ് മേലുള്ളവരുണ്ട്, സദസ്സിലുള്ളവരുണ്ട്, പലരുമുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത്, ഊഹം വെച്ച് പറയുകയല്ല. എന്നാൽ ശൈഖുനെ പറ്റിയിട്ട് പലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ശൈഖുനയോട് ചോദിച്ചു, നിങ്ങളെ പറ്റി മുദബ്ബിർ ആലമെന്നും ഖുതുബുൽ ആലമെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു സഖാഫിയാ ചോദിച്ചത്. ഉടനെ വന്ന് മറുപടി, അതൊക്കെ ചെറിയ മദ്ഹാമോനെ, ഇപ്പോൾ അതിനും മുകളിലാ. വലുത്തൊരു തങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ, അന ഖുതുബുൽ ആലം, നിങ്ങൾ ഖുതുബുൽ ആലം ചോദിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ. വലുത്തൊരു തങ്ങൾ പാപ്പ ചോദിച്ചു, എവിടെയാ? അതെവിടെയാ? മിണ്ടിയില്ല. കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയേണ്ട ഒരു പേരുണ്ട്, നാമമുണ്ട്, അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഇതൊക്കെ ജദിബില എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും 100% ശരിയായി. അതൊന്നും ജദിബിലല്ല. അതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും, ഇങ്ങനത്തെ കാര്യം മാത്രം ജദിബില എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ തലച്ചോറ് ഒരാളുടെയും ഇടയിൽ പണയത്തിന് വെച്ചിട്ടില്ല. അവിടം മുതൽ ഇവിടം വരെ ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മംബറമി റളിയല്ലാഹു അൻഹു മഹാനവർകൾ, ഖുതുബുസ്സമാൻ ഖുതുബുൽ ആലം ശൈഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി മഹാനവർകൾ, മടവൂര് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി. അവരെങ്ങനെയാണെന്നറിയോ? എത്രയാണ് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചതുകൊണ്ട്, റസൂലുള്ളാഹിനെ ആദരിച്ചതുകൊണ്ട് കിട്ടിയ പദവിയാണ് അവിടത്തേക്ക്.